അടുത്ത E.T. ടൈസൺ മാസ്റ്റർ, അങ്ങേക്ക് 12 മിനിറ്റ്. സർ, 2025-26 ബജറ്റിലെ പൊതുമരാമത്ത്, വിനോദസഞ്ചാരം, ചരക്ക് സേവന നികുതി, കാർഷിക ആദായ നികുതി, വിൽപ്പന നികുതി, ജില്ലാ ഭരണവും പലവകയും, ഭവന നിർമ്മാണം തുടങ്ങിയ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ബജറ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കപ്പെട്ടത്. തികഞ്ഞ അച്ചടക്കത്തോടുകൂടി നടത്തിയ ധനവിനിയോഗത്തിലൂടെ ഇപ്പോൾ ധനജെരുക്കത്തിൻ്റെ തീഷ്ണത നന്നായി കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ബജറ്റിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വരും വർഷങ്ങളിൽ നമ്മുടെ ധനസ്ഥിതി നന്നായി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ധനപ്രതിസന്ധി സംസ്ഥാനം നേരിട്ടപ്പോൾ അത് മറച്ചു പിടിക്കാതെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം കാണാൻ ആണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു ശുഭ രീതിയിൽ മുമ്പോട്ട് വരും എന്ന് വിശ്വസിക്കപ്പെടുന്നൊരു സമയം കൂടിയാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യ ബോധം നന്നായി നിഴലിക്കുന്ന ബജറ്റാണിത് എന്ന് ഏത് ആളുകൾ സമ്മതിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തോടെ രാഷ്ട്രീയ പക്ഷപാതവും തുടർച്ചയായി അവഗണനയും കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് ഉന്നയിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ നാം വളരെ വ്യക്തതയോടുകൂടി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നോക്കേണ്ടതും അതിനെതിരെ പോരാടേണ്ടതുമുണ്ട്. കേന്ദ്ര അവഗണനയെ അതിജീവിക്കാനും സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സമീപനങ്ങളും വളരെ വ്യക്തമായി ധനകാര്യമന്ത്രി ഇതിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കടുത്ത അവഗണന സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളത് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധി ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കണം, വലിയ പ്രശ്നങ്ങളുണ്ടാക്കണം, അങ്ങനെ ഗവൺമെൻറ്റിനെതിരായി തിരിയണം, അതിലെന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഇതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതിനുള്ള അജണ്ട തയ്യാറാക്കുമ്പോൾ അത് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായി നമ്മുടെ പ്രതിപക്ഷം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സംഗതി. നമ്മുടെ കേന്ദ്രമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതിലുള്ള സമീപനം, കേരളത്തോടുള്ള സമീപനം എന്താ? കേരളത്തിൻ്റെ ന്യായമായിട്ടുള്ള ഏതെങ്കിലും ഒരാവശ്യം അത് നിർവഹിക്കുന്നതിനുള്ള ഒരു സംഖ്യാ ബജറ്റുണ്ടായോ? എന്തിന് വയനാട്ടിൻ്റെ ദുരന്തം സംബന്ധിച്ച് ജനങ്ങളെ സഹായിക്കുന്നതിനായി ഏതെങ്കിലും ഒരു പാക്കേജോ നിർദ്ദേശമോ ഉണ്ടായോ? ഇവിടെ 18-19 MP-മാർ അവിടുന്ന് പോകുന്നുണ്ടല്ലോ. ഇവിടുന്ന് അവിടെ ചെന്ന് വളരെ കണിശമായൊരു സമീപനം എടുക്കാൻ കേരളത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതിന് വളരെ ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞോ കടലാസ് കൊടുത്തോ ഇതൊന്നുമുള്ളതല്ല, അതിശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിനോ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ ആയോ എന്ന് വസ്തുതാപരമായി പരിശോധിക്കപ്പെടേണ്ട സമയം കൂടിയാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നു, വയനാട് വന്നു, കണ്ടു, സന്ദർശിച്ചു, പോയി. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു, ഇതുവരെ എന്തെങ്കിലും ലഭിച്ചോ? ഇല്ലല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മൾ വയനാടിനായി പ്രഖ്യാപിച്ച വായ്പ സമയബന്ധിതമായി ഇപ്പോൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. അവർ പലതരം കാര്യങ്ങൾ പറയാണ്. ഇത് പൊതിക്കാത്ത തേങ്ങ എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പോവുകയാണ്. സർ, കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം, ഗ്രാൻഡ് ഒക്കെ വലിയ തിരിച്ചടിയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടഭാരവും ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചില്ലേ? അതൊന്ന് പരിശോധിക്കണ്ടേ? അത് മാത്രമല്ലല്ലോ, സാമ്പത്തിക അച്ചടക്കം നന്നായി ഈ ഗവൺമെൻറ് പാലിക്കുന്നില്ലേ? തനത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നല്ലപോലെ മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ചെലവുകൾക്ക് ഏതെങ്കിലും കുറവ് വരുത്തിയോ? ധനമന്ത്രി എല്ലാ ദിവസവും ഇവിടെ നിയമസഭയിൽ പറയുന്നുണ്ടല്ലോ. എത്രയൊക്കെ പ്രശ്നം വന്നപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഈ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരു തരി പോലും പിന്നോട്ട് പോകാതെ അതിൻ്റെ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അനസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അത് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ സംഗതിയാണ്.
ഒന്നും രണ്ടും സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികൾ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചരിത്രം ഒന്ന് നന്നായി വിശകലനം ചെയ്ത് ഏതൊരാൾക്കും കാണാൻ കഴിയും. അത് അപൂർവമായ സമാനതകളില്ലാത്ത എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന പദ്ധതികളാണ്. നവകേരളം സൃഷ്ടിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ സർക്കാർ ഏറ്റെടുത്ത് ഓരോ ദിവസം അത് വിജയിപ്പിക്കുകയാണ്. സർ, 8 വർഷം കൊണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖല ഉണ്ടായിട്ടുള്ള മാറ്റം അത്ഭുതത്തോടു കൂടിയാണ് ആളുകൾ നോക്കുന്നത് അല്ലേ? പൊതുമരാമത്ത് വകുപ്പിൽ ദേശീയപാത 66, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അതിൻ്റെ വികസന പദ്ധതികൾക്കൊപ്പം തന്നെ പാലങ്ങൾ, ഗ്രാമീണ റോഡുകളുടെ വികസനം എല്ലാം എടുത്തു പറയാൻ കഴിയുന്നതാണ്. നമ്മുടെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമൊക്കെ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം സാധിക്കുന്നതെന്ന് കൂടി കാണേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള മണ്ഡലം പോലും നമ്മുടെ എറണാകുളത്തെ ഉണ്ണികൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പുറത്ത് അഴീക്കോടും മുനമ്പും ഒക്കെ എത്രയോ നാൾ ആഗ്രഹിച്ച പാലം ഉൾപ്പെടെ ഈ ഭരണത്തിലാണ് അത് സാധ്യമാകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു 50% മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. വർക്ക് നന്നായിട്ട് നടക്കുന്നു, ഗംഭീരമായിട്ട് നടക്കുന്നു. അതിനെല്ലാം ഈ പൊതുമരാമത്ത് വഹിക്കുന്ന നേതൃത്വപരമായ പങ്ക് ഈ സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അതിന് നന്ദി പറയാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ അതിൽ ഗ്രാമീണ റോഡുകൾ 1000 കോടി രൂപയുടെ റോഡുകളാണ് വരുന്നത്. അതുപോലെ ചെറുകിട പാലങ്ങൾ വേറെ വരുന്നുണ്ട്. ഇതിലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, പാലങ്ങളും ഇതിൻ്റെ സ്പേസ് ഒക്കെ അവിടെ വേസ്റ്റായി കിടന്ന സ്ഥലത്ത് ഒക്കെ എത്ര നല്ല രീതിയിലാണ്. എനിക്ക് തോന്നുന്നു പൊതുമരാമത്തും ടൂറിസവും കൈകാര്യം ചെയ്ത മന്ത്രി ഒന്നായതുകൊണ്ടാവാം ഒരു പക്ഷേ പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ടൂറിസത്തിൻ്റെ ഒരു ഫീലിംഗ് കൂടെ ഉണ്ടാവുകയാണ്. അവിടെ നിർമ്മിക്കപ്പെട്ടത് പാലാണ്, അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, ഇന്നലെ വേറെ ആളുകൾ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അത് നമുക്കൊന്നും നമ്മുടെ ഈ സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത പലതും നടന്ന സ്ഥലമാണ്. അവിടെയൊക്കെ തന്നെ എത്ര വൃത്തിയിൽ, എത്ര ഭംഗിയിൽ, എത്ര മനോഹരമായി അക്കാര്യങ്ങളെ കൊണ്ടുവന്ന ഒരു വിഷയം വളരെ വലുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒരു ടൈപ്പ് ഡിസൈൻ ഉൾപ്പെടെ, അതിൻ്റെ കളറിങ്ങിൽ ഉൾപ്പെടെ, അതിൻ്റെ ലൈറ്റിങ്ങിൽ ഉൾപ്പെടെ പുതിയ പുതിയ സമ്പ്രദായത്തിലേക്ക് വരുന്നുള്ളതൊക്കെ നമുക്ക് ഏറെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു സ്ലാബ് ഇടുമ്പോൾ പോലും അല്ലേ 10 സ്ലാബ് ഇട്ടാൽ 10 തരത്തിൽ സ്ലാബ് ഇടുന്നത് എങ്ങനെ ഇടാൻ പറ്റും നമ്മൾ അധിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങി. ഇതൊക്കെ നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ സൂക്ഷിക്കപ്പെടുന്ന ഓരോന്നിലും എന്ന് നമ്മുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മാറിയ കാലഘട്ടമാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡ്, അതിൽ BMBC ചെയ്തത് എന്ന് പറയുന്നത് 14,883 കിലോമീറ്ററാണ്. ഒന്നാലോചിച്ച് നോക്കുക എത്രത്തോളം. ഇനി വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രം വേണമേ എടുക്കാനുള്ളൂ. അതും എനിക്ക് തോന്നുന്നു വൈകാതെ തന്നെ എടുത്ത് BMBCയിലേക്ക് പോകാൻ കഴിയും എന്ന രീതിയിലുള്ളൊരു പദ്ധതി അവിടെ തയ്യാറാകുന്നുണ്ടെന്നാണ്. കോവിഡിൻ്റെ ആഘാതത്തിൽ കേരളത്തിൻ്റെ ടൂറിസം വല്ലാതെ തിരിച്ചടി നേരിട്ടതാണ്. നമുക്ക് എന്തെങ്കിലും അത് തിരിച്ചു വരാൻ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അത്രമാത്രം പ്രത്യാഘാതം, അത്രമാത്രം പ്രശ്നമാണ്. പക്ഷെ എന്തായി, കേരളത്തിൻ്റെ ടൂറിസം ഇപ്പോൾ മത്സരിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളോടല്ല, മറിച്ച് മറ്റ് രാജ്യങ്ങളോടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം മത്സരിക്കുന്നത്. അത് ഇത്രമാത്രം അഭിമാനകരമായ സംഗതി മറ്റൊന്നുണ്ടോ? അതുപോലെ തന്നെ അദ്ദേഹം പലതും, ഹൗസ് ബോട്ടിങ്ങിൻ്റെ പുതിയത്, കേരള കാരവൻ ടൂറിസത്തിൻ്റെത്, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പത്രവാർത്തകൾ ഞങ്ങൾ വായിച്ചു, ജർമ്മൻ, അതുപോലെ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ 16 കാരവാനുകളായി 31 സഞ്ചാരികൾ കേരളത്തിൽ വന്നു. ഈ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. സംസ്ഥാനത്തിൻ്റെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി നടപ്പാക്കുന്ന ഹെലി ടൂറിസം പദ്ധതി വളരെ പ്രത്യേകതയുള്ളതാണ്. അത് ക്രൂയിസ് ടൂറിസം, സീപ്ലെയിൻ ടൂറിസം, അതുപോലെ തന്നെ ലിറ്റററി സർക്യൂട്ട്, അഡ്വഞ്ചർ ടൂറിസം, അതുപോലെ സിനി ടൂറിസം, അത് മാത്രമല്ലല്ലോ ബീച്ച് ടൂറിസത്തിൻ്റെയും അനന്തമായിട്ടുള്ള സാധ്യതകൾ. ഓരോ സ്പേസും ഞാൻ ആലോചിക്കുന്നു, ഓരോ കേന്ദ്രങ്ങളും എങ്ങനെ നമുക്ക് സഞ്ചാരികളിലൂടെ എത്തിക്കാൻ പറ്റും. അത് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന്, കേരളത്തിൻ്റെ ഇപ്പോഴുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്നതിനും നല്ല രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇപ്പോൾ ആ വകുപ്പും അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറായിക്കൊണ്ടിരുന്നത്. തീർച്ചയായും വളരെ ആത്മാർത്ഥമായി ആ സമീപനങ്ങളെല്ലാം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയൊരു തലവാചകമുണ്ട്, എല്ലാവർക്കും ഭൂമി അല്ലേ, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എത്ര അഭിമാനപൂർവ്വം അല്ലേ ഓരോ
ഈ പട്ടയം കയ്യിൽ പിടിച്ച് അല്ലേ, അതിൻ്റെ അവകാശരേഖ കയ്യിൽ പിടിച്ച് അതിൻ്റെ ആ കിട്ടിയ ആളുകൾ മന്ത്രിയെയും മറ്റുള്ളവരെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആത്മാർത്ഥമായിട്ടുള്ള അല്ലേ കണ്ണുനീരാണ് വരുന്നത്. എന്തുകൊണ്ട്? അവർക്ക് ഇന്നലെ വരെ എത്രയോ വാതിലുകളിൽ മുട്ടിപ്പോയ ആളുകൾ, ഇപ്പം അദ്ദേഹം പല തരത്തിലുള്ള സംവിധാനം, റവന്യൂ അസംബ്ലി, സെക്രട്ടേറിയറ്റ്, താലൂക്കിൽ കേന്ദ്രം, പ്രത്യേകമായിട്ടുള്ള ഇങ്ങനെ പലതുമായിട്ട് പട്ടയം മിഷൻ ഉൾപ്പെടെയുള്ള പലതും ചെയ്ത് അതിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ അല്ലെ ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായമാണ്. പലപ്പോഴും പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് ആൾ വരികയാണ്, ഉദ്യോഗ സുഹൃത്തുക്കൾ വരികയാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വരികയാണ്. ആ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇതൊക്കെ വേണമെങ്കിൽ ഇന്നലെ ഇല്ലാത്ത പുതുമയാർന്ന മാതൃകകൾ സൃഷ്ടിക്കാൻ ഈ കേരളത്തിന് കഴിയുന്നതാണ്. സംസ്ഥാനം ചിലപ്പോൾ ചെറുതായിരിക്കാം, പക്ഷെ ചിന്ത കൊണ്ട് ഈ കേരള സംസ്ഥാനം ഏത് സംസ്ഥാനത്തിനും മുമ്പിൽ പോകുന്ന സംസ്ഥാനമായി പ്രിയപ്പെട്ടവർ മാറിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 217 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായതായാണ് ഇപ്പോൾ റിപ്പോർട്ട്. 438 വില്ലേജുകളിൽ അതിൻ്റെ സർവേ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് വില്ലേജ്, ഓൺലൈൻ സംവിധാനങ്ങൾ, വാതിൽപ്പടി സേവനങ്ങൾ ഒക്കെ റവന്യൂ വകുപ്പിൻ്റെ മുഖച്ഛായ നന്നായി മാറുകയാണ്. മാത്രമല്ല ഞങ്ങൾക്ക് പ്രത്യേകമായി ഒരു സന്തോഷമുള്ള കാര്യം, നമ്മുടെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ വന്നു. ആ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ടത്, അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇവിടത്തുള്ള ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ പരിഹാര നടപടി വന്നു. പ്രവാസി മിത്രം പോർട്ടൽ എന്ന് പറയുന്ന പുതിയ പരിപാടി. ഇപ്പോൾ പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളോട് പറയുന്നു, എത്ര നന്നായി ഓരോ വിഷയങ്ങൾ കേൾക്കാനും ഈ ഗവൺമെൻറ് തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമായി എടുത്തു കാട്ടുന്ന ഒരു പദ്ധതിയാണ് പ്രവാസി മിത്രം പോർട്ടൽ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ വളരെ വിശദമായി പറയുന്നില്ല, ഒരുപാട് പദ്ധതികൾ മനോഹരമായി നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് അതിന് നേതൃത്വം നൽകാൻ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് കഴിയുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ലല്ലോ, കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ഞെരുക്കാനുള്ള, സാമ്പത്തികമായിട്ടുള്ള ഉപരോധം സൃഷ്ടിക്കാനുള്ള വലിയ രീതിയിൽ കേന്ദ്രം ശ്രമിക്കുകയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ അതിൻ്റെ റവന്യൂ വരുമാനം 62.3% കേന്ദ്രം, ചെലവ് അതിൽ 37.7 ആ ശതമാനം വഹിക്കണം. അങ്ങനെ വലിയ വിവേചനം കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത്, ഒത്തൊരുമിച്ച് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കേരളത്തിലെ നിയമസഭയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടിട്ടുണ്ട്. എന്താ ചോദിക്കുന്നത്? ഇവിടെ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. നിസ്സംശയം ഇത്തരം കാര്യങ്ങൾ, അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും, ലൈഫ് മിഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റു മേഖലകളിൽ വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതുകൊണ്ട് സമസ്ത മേഖലയുടെയും പുരോഗതിയാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് നമ്മളെപ്പോഴും പറയുന്ന ആളുകളുടെ ജനവിഭാഗത്തിന്റെ പുരോഗതി തന്നെയാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് ഒരു കാര്യം കണ്ടു, ചില പത്രവാർത്തകൾ കണ്ടു, നമ്മുടെ പരുന്തുംപാറയുമായി ബന്ധപ്പെട്ടത്. അതുൾപ്പെടെ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയുമോ എങ്കിൽ അതുകൂടി പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന, ഒരു സാധാരണ പൗരൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റും അതിനാവശ്യമായിട്ടുള്ള ഒരു ബജറ്റും ഇവിടെ തയ്യാറാകുകയാണ്. അത് കൂടുതൽ ശക്തിയായി മുമ്പോട്ട് പോകണം എന്ന് മാത്രം ആലോചിക്കുന്നു. കേന്ദ്രത്തിന്റെ ഉപരോധം, പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധം, അതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ഇനിയും അങ്ങനെ ഒരുമിച്ച് ഇരിക്കണം? എങ്ങനെ ഇരിക്കണം? ഭരണപക്ഷത്ത് ഇപ്പുറത്തും അപ്പുറത്ത് പ്രതിപക്ഷവുമായി തന്നെ ഇരിക്കേണ്ടി വരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്നു.